നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയറുകളിലെ അപ്രതീക്ഷിത സ്തംഭനം സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളെ കാര്യമായി ബാധിച്ചില്ല. അതേസമയം ടെക്നോ പാർക്കിലെ അടക്കം IT കമ്പനികളുടെ പ്രവർത്തനത്തെ സോഫ്റ്റ്വെയർ പണിമുടക്ക് പ്രതിസന്ധിയിലാക്കി. സെക്രട്ടേറിയറ്റുകളും കളക്ടറേറ്റുകളും അടക്കം 90% ഓഫീസുകളിലെയും കമ്പ്യൂട്ടർ സംവിധാനം സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബുണ്ടുവിലാണ്. പൊതുജനങ്ങൾക്കുള്ള സർക്കാരിന്റെ IT അധിഷ്ഠിത സേവനങ്ങൾക്കും മുടക്കമുണ്ടായില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന നയത്തിന് വിരുദ്ധമായി സ്വന്തം നിലയ്ക്ക് കുത്തക സോഫ്റ്റ്വെയർ സ്ഥാപിച്ച ഏതാനും സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സംവിധാനങ്ങൾ പ്രതിസന്ധി നേരിട്ടു. കേന്ദ്ര സർക്കാരിന്റെ സൈബർ സുരക്ഷാ വിഭാഗമായ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സോഫ്റ്റ്വെയർ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിരുന്നു. ടെക്നോ പാർക്കിലെ പല കമ്പനികളുടെയും പ്രവർത്തനം തടസ്സപ്പെട്ടു. അധികം വൈകാതെ തന്നെ പ്രശ്നം തീർക്കാനും ഇടപെടലുണ്ടായി. ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളിൽ പ്രശ്നം പരിഹരിച്ചെങ്കിലും വർക്ക് അറ്റ് ഹോമിലുള്ളവരുടെ കമ്പ്യൂട്ടറുകളിലെ കുരുക്കഴിയണമെങ്കിൽ കമ്പ്യൂട്ടറുകളുമായി ഓഫീസിലെത്തണം. റെയിൽവേയുടെ പ്രവർത്തനത്തെ സോഫ്റ്റ്വെയർ തകരാറ് ബാധിച്ചില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വികസിപ്പിച്ച യുനിക്സ് കോബോൾ സോഫ്റ്റ്വെയർ ആണ് റെയിൽവേ ഉപയോഗിക്കുന്നത്.